ഇന്നൊരു കായ വറുക്കുന്ന പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല. എന്നാലും കായ വറുക്കുന്ന വീഡിയോ ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ജസ്റ്റ് പോസ് ചെയ്യാം, എന്തായാലും ഞാൻ ഉണ്ടാക്കുമല്ലേ. അപ്പോൾ നമുക്കൊന്ന് കായ വറക്കാം. അതിനു മുന്നേ അമ്മേനെ ഒരു ജോലി ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് ചെയ്തിട്ട് നമുക്ക് കായ വറക്കാം. അപ്പോൾ ആ ജോലി ഞാൻ ചെയ്തിട്ട് വന്നിട്ട് നമുക്ക് കായ വറക്കം എടുക്കാം. കണ്ടില്ലേ, ഇന്നലെ ഞാൻ സ്പാന്ന് പോലും ഇന്നലെ ഞാൻ പാക്കിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ഇത്. നോക്ക് എന്ത് ഭംഗിയാണ്, എന്ത് ഷൈനിങ്ങാ നോക്കിക്ക്. അപ്പം നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കൂട്ടോ, നല്ല അടിപൊളി ഒരു പാക്കാണ്. അപ്പോൾ നമുക്ക് ഇത്രയാണ് നമ്മളുടെ പച്ചക്ക ഉള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്കിതൊന്ന് മുറിക്കാം. ഓക്കെ, കമാ, നമുക്കൊന്ന് പൊളിച്ചെടുക്കാം. പൊളിക്കുന്നതാണ് ടാസ്ക്. ഇതങ്ങനെ 1 മണിക്കൂറോളം ഞാൻ നിന്ന് കഷ്ടപ്പെട്ടിട്ട് ഇതെങ്ങനെയൊക്കെയാണ് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, 1 മണിക്കൂറത്തെ എൻ്റെ കഷ്ടപ്പാടാണ്. നമ്മളിവിടെ ഇതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചിട്ട് നമുക്ക്, അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് വെക്കാന്ന് വെച്ചാൽ എൻ്റെ ഒരു കളറിന് വേണ്ടിയിട്ടാണ്. ഇത് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് എണ്ണ ചൂടാകുന്നൊരു സമയം ഉണ്ടല്ലോ, അതുവരെ നമുക്ക് ഇങ്ങനെ ഇട്ട് വെച്ചിട്ട്, അപ്പോൾ എണ്ണ ചൂടായി കഴിയുമ്പോൾ അപ്പോഴത്തേക്ക് ആ മഞ്ഞ കളർ ഇതിൽ പിടിക്കുകയും ചെയ്തോളും. അതാണ് ഇതിൻ്റെ ഗുട്ടൻസ്. ഇങ്ങനെ തന്നെയാണോ എല്ലാവരും ചെയ്തതെന്ന് അറിയത്തില്ല, പക്ഷേ ഇവിടെ ഇങ്ങനെയാണ് ചെയ്യുന്നത്. നിങ്ങൾ വിചാരിക്കല്ലേ ഇത് കായ വറുക്കാൻ എന്നെ ഞങ്ങളെ പഠിപ്പിക്കുകയാണ്, പക്ഷേ ഉണ്ടാക്കുന്നതുകൊണ്ട് വെറുതെ എടുക്കുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ എണ്ണയ്ക്കകത്ത് ഇന്ന് സംസാരിക്കരുത്, എൻ്റെ ക്യാമറ അവിടെ ആയതുകൊണ്ട് ഞാൻ അവിടെ സംസാരിക്കുന്നത്. അപ്പോൾ എണ്ണ ചൂടാകുന്നതിന് വരെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ സാധനം ഇവിടെ ഉണ്ട്, മഞ്ഞപ്പൊടി ഇട്ട് വെച്ചിരുന്ന നമ്മുടെ കായ ഇവിടെ ഉണ്ട്. കായ വരിക, എണ്ണ ചൂടാകും, കായ എടുക്കുക, കഴിഞ്ഞു. ഇത്രയുള്ള കഥ. ഓക്കെ, ഈ എണ്ണ ചൂടാകുന്നത് എങ്ങനെയാണെന്ന് നോക്കാൻ നിൽക്കാറിയോ, ഞാൻ പഠിപ്പിച്ചിട്ട്. അതായത് നമ്മൾ ജസ്റ്റ് ഒരെണ്ണം ഏകദേശമായി ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല സ്ലൈസ് ആയിട്ട് കിട്ടും, നല്ല സ്ലൈസ് ആയിട്ട്. ഇത് പായതിന് ശേഷം അങ്ങനെ 1 മണിക്കൂറോളം ഞാൻ കഷ്ടപ്പെട്ട് നമ്മുടെ ചിപ്സൊക്കെ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു ഇന്നത്തെ വീഡിയോ.